ഓക്കെ, 3 മിനിറ്റിനകത്ത് വേണം ഈ വീഡിയോ ഇറക്കാൻ. നമ്മളാരും അത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു മനുഷ്യൻ അല്ല. ആരും തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു മനുഷ്യനല്ല. ഇപ്പോൾ ഒരാൾ ബാത്റൂമിൽ ചെല്ലുമ്പോൾ ബാത്റൂമിൽ ചെറിയ ചെറിയ ചിലന്തി വലകളുണ്ടല്ലോ, ചെറിയ ചിലന്തികൾ, നീളൻ കാലും എലുമ്പൻ രീതിയിലുള്ള ടൈപ്പ് സാധനങ്ങൾ. അത് ചില സമയത്ത് നമ്മൾ വല അടിക്കാൻ തീരുമാനിച്ച് വല അടിക്കുമ്പോൾ അത് ചത്തു പോകുന്നു. അതുപോലെ തന്നെ ഒരു ഉറുമ്പ്, നമ്മൾ ബ്രെഡിലൊക്കെ ഉറുമ്പ് കയറി ഇരിക്കുമ്പോൾ ഉറുമ്പിനെയൊക്കെ തട്ടിക്കളയുന്നു. അപ്പോൾ ഉറുമ്പൊക്കെ കുറേയൊക്കെ ചത്തു പോകുന്നു. അങ്ങനെ അത് നമ്മളൊരു വലിയൊരു സംഭവമായിട്ട് ആൾക്കാർ പൊതുവെ ധരിക്കാറില്ലല്ലോ. അങ്ങനെ അല്ലെങ്കിൽ കൊതുകിനെ കൊല്ലുന്നതും ഉറുമ്പിനെ കൊല്ലുന്നതും അങ്ങനെ. അപ്പോൾ അത് കാരണം എന്താണ്? അതിന് അത്ര ഒരു സിഗ്നിഫിക്കൻസ് നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷേ മനുഷ്യന്മാരും ഒക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരു ഉറുമ്പാണ്, അല്ലെങ്കിൽ ഇതേപോലെ ഉള്ള ചെറിയ ചെറിയ ഓരോ എട്ടുകാലികളെ പോലത്തെ ചെറിയ സാധനങ്ങളാണ്. ഒട്ടും സിഗ്നിഫിക്കൻ്റ് അല്ല. അത് മരിച്ചോ ഇല്ലേ, അതെന്താണ് ചെയ്തില്ലേ, അത് കുട്ടികളുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ അത് ഇന്ന് ഭക്ഷണം കഴിച്ചോ ഇല്ലേ, അതിനെന്തെങ്കിലും ഇര കിട്ടിയോ ഇല്ലേ, ഇതൊന്നും അത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു കാര്യമല്ല മനുഷ്യന്മാരെ സംബന്ധിച്ച്. അതേപോലെ തന്നെയാണ് മനുഷ്യൻ സ്വയവും. കാരണം ഓരോ മനുഷ്യരും ആരും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മനുഷ്യർ അല്ല. ഒരു വലിയൊരു കാഴ്ചപ്പാടിൽ, ഒരു പ്രപഞ്ച കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഒട്ടും സിഗ്നിഫിക്കൻ്റ് അല്ല. പക്ഷേ മനുഷ്യൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഇത് തിരിച്ചറിയാൻ പറ്റും. ഇപ്പം എന്നെപ്പോലെ ഒരു മനുഷ്യന് അത് തിരിച്ചറിയാൻ പറ്റും. ഒട്ടും സിഗ്നിഫിക്കൻ്റ് അല്ല, ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും സിഗ്നിഫിക്കൻ്റ് അല്ല, ഞാൻ ഒട്ടും സിഗ്നിഫിക്കൻ്റ് അല്ല. ജസ്റ്റ് ഒരു ഉറുമ്പിനെ പോലെയാണ്. ഇത് കേൾക്കുന്ന ആൾക്കാരും സിഗ്നിഫിക്കൻ്റ് അല്ല. പക്ഷേ ഈ ശരീരവും ഈ മനസ്സും നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആണ് എന്നുള്ളൊരു രീതിയിലാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. എവല്യൂഷൻ അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കത്തുള്ളൂ നമ്മൾ. അപ്പോൾ ജീവിച്ചിരിക്കാൻ വേണ്ടിയാണ് എല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ജീവിതത്തിനെതിരായിട്ട് പോയാൽ നമുക്ക് വേദന ഉണ്ടാവും. അപ്പോൾ വേദനയ്ക്കെതിരെ നമുക്ക് ഭയങ്കരമായിട്ട് ഉള്ള ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട്. പക്ഷേ ഫിലോസോഫി ഉപയോഗിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റുവാണോ ഒട്ടും നമ്മൾ സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന്. അപ്പോൾ ഒരു പാരഡോക്സിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് തിരിച്ചറിയുന്ന ഒരാൾ പാരഡോക്സിലാണ് ജീവിക്കുന്നത്. പാരഡോക്സിക്കലി അയാൾ സിഗ്നിഫിക്കൻറ്റും അല്ല, പക്ഷേ അയാളെ സംബന്ധിച്ച് അയാളും അയാളുടെ കൂടെ ഉള്ള ആൾക്കാരും അയാൾക്ക് സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം അയാൾ സിഗ്നിഫിക്കൻ്റ് ആണ്, പക്ഷേ ശരിക്കും സിഗ്നിഫിക്കൻ്റ് അല്ല ആരും.